ഓർമ്മിച്ചത് നന്നായി, താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് ആദ്യമായി സർവീസിൽ വരികയും നോൺ വെക്കേഷൻ വിഭാഗത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലേ? ശരി, നമ്മുടെ സ്കൂളിലേക്ക് ആദ്യമായി നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് ഒരു സ്കൂളാവുമ്പോൾ അവിടെ വരുന്നത് ഒന്നുകിൽ മീനിയൽ ആയിരിക്കും, അല്ലെങ്കിൽ OA ആയിരിക്കും, അല്ലെങ്കിൽ ക്ലാർക്ക് ആയിരിക്കും. ഹൈസ്കൂൾ ആവുമ്പോൾ മീനിയൽ, OA, ക്ലാർക്ക്. ഫുൾ ടൈം മീനിയൽ, OA, ക്ലാർക്ക്. ഇവരുടെ നിയമനം ഒഫീഷ്യേറ്റിംഗ് ആയിരിക്കും. നിങ്ങൾ നോട്ട് ചെയ്യണേ, ഇവരുടെ നിയമനം 101% ഒഫീഷ്യേറ്റിംഗ് ആയിട്ടായിരിക്കും നടത്തപ്പെടുക. ഒഫീഷ്യേറ്റിംഗ് ആയി നിയമിക്കപ്പെടുന്ന ജീവനക്കാരുടെ ഏൺ ലീവ് സർവീസിന്റെ ഒന്നാമത്തെ വർഷം 1/22 എന്നുള്ള നിരക്കിലായിരിക്കും. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 1/11 എന്നുള്ള നിരക്കിലായിരിക്കും ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തുടർന്ന് അങ്ങോട്ട് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് വരെയും 1/11 എന്നുള്ള നിരക്കിലാണ് ഏൺ ലീവ് അനുവദിച്ചു കൊടുക്കുക. എന്തായിരുന്നു ഏൺ ലീവ് എന്ന് പറഞ്ഞാൽ? വെക്കേഷൻ ഇല്ലാത്ത നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർക്ക് 11 സർവീസിന്റെ ഒന്നാമത്തെ വർഷം 22 ഡ്യൂട്ടി ഡേയ്സിന് 1 എന്നുള്ള നിരക്കിൽ ഏൺ ലീവ് കൊടുക്കും. രണ്ടാം വർഷം മുതൽ അദ്ദേഹം നിർവഹിക്കുന്ന ഡ്യൂട്ടി ഡേയ്സിനെ അടിസ്ഥാനപ്പെടുത്തി 1/11 എന്നുള്ള നിരക്കിൽ, ദാറ്റ് ഈസ് 11 ഡ്യൂട്ടി ഡേയ്സിന് 1 എന്നുള്ള നിരക്കിൽ രണ്ടാം വർഷം മുതൽ ഏൺ ലീവ് ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കും, അല്ലേ? സപ്പോസ് ബോർഡ് കാണാവോ? ബോർഡ് കാണാവോ? യെസ്, കാണാം. എങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടോ സ്ക്രീനിൽ? അല്ല, വലിപ്പം കൂട്ടണോ? കാണാൻ പറ്റുന്ന രീതിയിലല്ലേ വരുന്നത്? കാണാം. ഓക്കെ, ശരി. അപ്പോ കുമാർ എന്ന ഒരു OA ഒന്ന് 4/2022 ഒരു സ്കൂളില് OA ആയി ചുമതല ഏറ്റെടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇദ്ദേഹത്തിന്റെ നിയമനം ഏത് വിഭാഗത്തിലാണ്? പറയൂ. വിഭാഗത്തിലാണ്. ഇദ്ദേഹത്തിന്റെ നിയമനം നോൺ വെക്കേഷൻ വിഭാഗത്തിലാണ്. നോൺ വെക്കേഷൻ വിഭാഗത്തിൽ ഒഫീഷ്യേറ്റിംഗ് ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ നിയമനം. ഒഫീഷ്യേറ്റിംഗ് ആയിട്ടാണ് നിയമനം. എങ്ങനെ? പ്രൊബേഷണറി ആയി, ഒഫീഷ്യേറ്റിംഗ് ആയി പ്രൊബേഷണറി ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ നിയമനം. ബോർഡ് കാണില്ല, വേറെ സ്ക്രീനാ കാണുന്നേ. ബോർഡ് നന്നായി കാണണ്ടല്ലോ. നന്നായി കാണാലോ. അത് ഒന്ന് പിൻ ചെയ്ത് നോക്കും, പിൻ ചെയ്താൽ മതി. ശരിയാവും, പിൻ ചെയ്യൂ. ശരിയല്ലേ? അപ്പോ കുമാർ എന്നുള്ള OA 1/4/2022 മുതൽ നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് ഒഫീഷ്യേറ്റിംഗ് ആയി നിയമിക്കപ്പെട്ടു. നോൺ വെക്കേഷൻ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന്റെ നിയമനം എന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തിന് അർഹത ഉണ്ട്? ഇദ്ദേഹത്തിന് ഏൺ ലീവിന് അർഹത ഉണ്ട്, EL-ന് അർഹത ഉണ്ട്. ശരിയല്ലേ?
എടുക്കാൻ കഴിയൂലല്ലോ. എടുക്കാം. ഇദ്ദേഹം നോൺ വെക്കേഷൻ വിഭാഗത്തിലാണ്. ഒഫീഷ്യേറ്റിംഗ് ആണ് ഇദ്ദേഹത്തിന്റെ നിയമനം. ഇദ്ദേഹത്തിന് ഏൺ ലീവിന് അർഹതയുണ്ട്. ശരി, ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത വിഷയം. ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ 1/22 ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ 1/22 എന്നുള്ള നിരക്കിലാണ് ഏൺ ലീവിന് അർഹത. 1/22 എന്നുള്ള നിരക്കിൽ ഏൺ ലീവിന് അർഹത ഉണ്ട്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 1/11 സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 1/11 1/11 എന്നുള്ള നിരക്കിലാണ് ഏൺ ലീവിന് അർഹത. എവിടം വരെ? ഓയായി തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കമ്പൽസറി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് വരെ 1/11 എന്നുള്ള നിരക്കിലാണ് ഏൺ ലീവിന് അർഹത. ഇനി അടുത്തൊരു പോയിന്റ് കൂടെ നമ്മൾ ഓർമ്മിക്കണം. ഇദ്ദേഹം സർവീസിൽ 3 വർഷം തികച്ചാൽ ഒന്നാമത്തെ വർഷത്തെ 1/22 റീകാൽക്കുലേറ്റ് ചെയ്ത് 1/11 1/11 എന്നുള്ള നിരക്കിലേക്ക് മാറ്റിത്തരും. ഇത് പഠിച്ചു വെക്കണം. ഒരു കാരണവശാലും സംശയം ഉണ്ടാവാൻ പാടില്ല. ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ 1/22 എന്നുള്ള നിരക്കിൽ ഏൺ ലീവിന് അർഹത ഉണ്ട്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 1/11 എന്നുള്ള നിരക്കിലാണ് ഏൺ ലീവിന് അർഹത. ഇങ്ങനെ ഇദ്ദേഹം സർവീസിൽ 3 വർഷം തികച്ചു കഴിഞ്ഞാൽ 1/22 എന്നുള്ള ഫസ്റ്റ് ഇയറിൽ ലഭിച്ച നിരക്കിനെ എന്താക്കി മാറ്റിത്തരും? 1/11 എന്നുള്ള നിരക്കിലേക്ക് മാറ്റിത്തരും. ഓക്കെ, ശരി. എന്താ ഏൺ ലീവ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഏൺ ലീവ് എന്ന് പറഞ്ഞാൽ? ജോലി ചെയ്യുന്ന ഡ്യൂട്ടി ഡേയ്സിനെ അടിസ്ഥാനപ്പെടുത്തി അനുവദിക്കുന്നതാണ് ഏൺ ലീവ്. ഡ്യൂട്ടി ഡേയ്സിനെ അടിസ്ഥാനപ്പെടുത്തി അനുവദിക്കുന്നതാണ് ഏൺ ലീവ്. ശരി, അങ്ങനെയാണെങ്കിൽ എന്താണ് ഡ്യൂട്ടി ഡേയ്സ്? എന്താണ് ഡ്യൂട്ടി ഡേയ്സ്? ഇദ്ദേഹം കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്ന ദിവസം, ഓഫീസിൽ പോയി ഡ്യൂട്ടി ചെയ്യുന്ന ദിവസം, പിന്നെ അതിനിടയിൽ വരുന്ന ഇന്റർവെനിങ് ഹോളിഡേയ്സ്, അതും ഡ്യൂട്ടിയാണ്. ഓഫീസിൽ പോകുന്നില്ലെങ്കിലും ഇദ്ദേഹം എടുക്കുന്ന കാഷ്വൽ ലീവ്, അതും ഡ്യൂട്ടി ഡേയ്സ് ആണ്. ഇദ്ദേഹം ഏതൊരു തരത്തിലുള്ള ഇൻ സർവീസ് ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അതും ഡ്യൂട്ടിയാണ്. ഇൻ സർവീസ് ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അതും ഡ്യൂട്ടിയാണ്. ഇദ്ദേഹത്തിന് ട്രാൻസ്ഫറിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ, അങ്ങനെ ട്രാൻസ്ഫറിൽ ഇരിക്കുമ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടി എടുക്കുന്ന ജോയിനിങ് ടൈം ഏൺ ലീവിന് ഡ്യൂട്ടിയായി കണക്കാക്കും. അപ്പൊ ഈ പീരീഡ് എല്ലാം കൂട്ടി ഒന്നാമത്തെ വർഷം ഓരോ 22 ഡേയ്സിനും 1, രണ്ടാമത്തെ വർഷം മുതൽ ഈ പീരീഡ് എല്ലാം കണക്കാക്കി ഓരോ 11-നും, ഇങ്ങനെയുള്ള ഓരോ 11-നും 1 എന്നുള്ള നിരക്കിൽ ഏൺ ലീവ് കിട്ടും. ഡ്യൂട്ടി ലീവ് എങ്ങനെ? ഡ്യൂട്ടിയായി കണക്കാക്കും. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഡ്യൂട്ടി ലീവ് കൊടുത്തതുകൊണ്ടാണ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടല്ലേ. ശരി, അപ്പൊ നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ടത്, അങ്ങനെയെങ്കിൽ ഏൺ ലീവിന് പരിഗണിക്കാത്ത കാലയളവ് എന്തൊക്കെയായിരിക്കും ഒരു ജീവനക്കാരന്റെ?
ഒരു ജീവനക്കാരന്റെ സർവീസിൽ ഏൺ ലീവിന് പരിഗണിക്കാത്ത കാലയളവ് എന്തായിരിക്കും? HPL, LDF. കമ്പ്യൂട്ടർ ലീവാ? കമ്മ്യൂട്ടർ ലീവ്, സ്പെഷ്യൽ ലീവ്സ്? ഏതെങ്കിലും സ്പെഷ്യൽ ലീവ്സ്. പിന്നെ HPL, HPL, ലീവ്, പിന്നെ LWA. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവാ? LWA. ഇദ്ദേഹം എടുക്കുന്ന സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ്, മെറ്റേണിറ്റി ലീവ്, മെറ്റേണിറ്റി ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്. ചൈൽഡ് അഡോപ്ഷൻ ലീവ് എന്ന് ചുരുക്കി പറഞ്ഞാൽ 5 ഓർഡിനറി ലീവ്സും 5 സ്പെഷ്യൽ ലീവ്സും കൂടാതെ ഡയസ്നോൺ, ഡ്യൂട്ടിയായി പരിഗണിക്കാത്ത സസ്പെൻഷൻ കാലം, ഇത്രയും ഉണ്ടാവും. ഡ്യൂട്ടിയായി പരിഗണിക്കാത്ത സസ്പെൻഷൻ കാലം, ഇതെല്ലാം ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡ്യൂട്ടി ഡേയ്സ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഡ്യൂട്ടി ഡേയ്സ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കേണ്ട പീരീഡ്സ് ആണ് ഇത്. ഓക്കെ, ശരി. എനിക്ക് പറയാം, ഇദ്ദേഹത്തിന്റെ നിയമനം എന്തായിരുന്നു? 1/4/2022 മുതലായിരുന്നു ഇദ്ദേഹത്തിന്റെ നിയമനം. ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം, ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ്, 22 ഡ്യൂട്ടി ഡേയ്സിൽ 1 വെച്ചു മാത്രമേ ഏൺ ലീവ് ലഭിക്കൂ. ശരി, 1/4/22 മുതൽ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എത്ര വരെയാണ്? 31/3/2023 വരെയാണ്, അല്ലേ? ശരി, ഇത് എത്ര ദിവസം? 365 ദിവസം ഉണ്ടാവും. ശരി, ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമ്മുടെ 140 പേരുണ്ട്. ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതിപ്പോ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് കാൽക്കുലേഷൻ നടത്തുന്നതെങ്കിൽ 1/11 കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? മതി. ഓക്കെ, അത് മതി. 1/4/22 മുതൽ 31/3/23 വരെ 365 ദിവസമുണ്ട്. ഈ എടുത്തതിന് ഒരു സംശയമില്ലല്ലോ ആർക്കും? ചോദിക്കാൻ പഠിക്കണ്ട. 1/4/22 മുതൽ 31/3/23 വരെ 365 ദിവസം. അടുത്തത്, ഇദ്ദേഹത്തോടുള്ള അടുത്ത ചോദ്യം എന്താണ്? ഈ 365 ദിവസവും നിങ്ങളുടേത് ഡ്യൂട്ടി ഡേയ്സ് ആണോ? ഈ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിലെ 365 ദിവസവും ഏൺ ലീവിന് പരിഗണിക്കുന്ന ഡ്യൂട്ടി ഡേയ്സ് ആണോ അല്ലേ എന്നാണ് അടുത്ത ചോദ്യം. പരിഗണിക്കാത്തത് അപ്പൊ നോക്കണ്ടേ? തീർച്ചയായിട്ടും നോക്കണം. ശരി, ഈ 365 ദിവസം നിങ്ങള് കൃത്യമായി ഓഫീസിൽ പോയിരുന്നു. കാഷ്വൽ ലീവ് എടുത്തോ? എത്ര എടുത്തു? 20 എടുത്തു. പിന്നെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഏതെങ്കിലും എടുത്തോ? ഇല്ല. നിങ്ങളെ ഭാര്യ പ്രസവിച്ചിട്ട് 10 ദിവസത്തെ പെറ്റേണിറ്റി ലീവ് എടുത്തോ? ഇല്ല. ഡാസ്നോൺ ഉണ്ടായിരുന്നോ? ഇല്ല. ഇതിന്റെ ഇടയിൽ ട്രാൻസ്ഫർ വന്നോ? ഇല്ല. ഇദ്ദേഹത്തിന്റെ എല്ലാ ചോദ്യത്തിനും മറുപടി ഇല്ല എന്നാണെങ്കിൽ ആ 365 ദിവസവും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഡേയ്സ്. ഇനി അതല്ല, ഈ ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു 10 ദിവസം ഞാൻ എന്ത് ചെയ്തിരുന്നു, എന്റെ വിവാഹത്തോടനുബന്ധിച്ച് 10 ദിവസം LW എടുത്തിരുന്നു. എന്താ മറുപടി എങ്കിലോ? 10 ദിവസം അദ്ദേഹത്തിന്റെ നോൺ ഡ്യൂട്ടി ഏൺ ലീവിനെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി ഡേയ്സ് ആയി കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ 365 10 പോയാൽ 355 ഉണ്ടാവുക. ശരി, പോട്ടെ. ഇദ്ദേഹം നമ്മൾ ചോദിച്ചപ്പോ 365 ദിവസവും ഡ്യൂട്ടിയിലാണ്. ശരി, ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് എത്ര? 365/22 ഹരിക്കണം 22. 36 ഒരു 22.
14 36 22 വർഷം 14 5 താഴേക്ക് അപ്പൊ എത്രയാ 145 145 എത്ര 22 6 ഉണ്ടാവൂലേ 6 2 12 2 1 ബാക്കി 6 2 12 1 13 13 ബാക്കി. അപ്പൊ ഇദ്ദേഹത്തിന് അർഹതപ്പെട്ട ഏണ്ടി എന്ന് പറയുന്നത് 16/13/22 അല്ലേ? ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന ഏൺ ലീവ് എന്ന് പറയുന്നത് 16/13/22 ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ശരി, ഇനി അടുത്തൊരു വിഷയം എന്താണെന്നറിയോ? ഇത് സംശയമുണ്ടോ? പറഞ്ഞോളൂ. ഈ 16/13/22 എന്ന് പറയുമ്പോ സാറേ അത് എങ്ങനെ വിശദീകരിക്കുമ്പോ 16 ദിവസവും 22-ൽ 13 ദിവസം 16 പൂർണ്ണ ദിവസവും 13 22-ൽ 13 ദിവസവും ഫ്രാക്ഷൻ. ഇതൊരു ദിവസം ആവണമെങ്കിൽ, ഇത് 17 ആവണമെങ്കിൽ ഇനി എത്രയും കൂടെ വേണം? 9 ദിവസം കൂടി. 9 ഡ്യൂട്ടി ഡേയ്സും കൂടെ കിട്ടണം. 9 ഡ്യൂട്ടി ഡേയ്സും കൂടെ കിട്ടുകയാണെങ്കിൽ 17 ആവുമായിരുന്നു. അത് കിട്ടില്ലല്ലോ, കാരണം ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ മാത്രമല്ലേ 1/22 ഉള്ളൂ. അപ്പൊ 16/13/22 ഏൺ ലീവാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇനി സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഏത് നിരക്കിലായിരിക്കും? 1/11 എന്നുള്ള നിരക്കിലായിരിക്കും. ശരി, ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇയർ ഇതവിടെ നിൽക്കട്ടെ. ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇയർ എന്ന് തുടങ്ങും 1/4/23. 1/4/23 മുതൽ 31/3/24 വരെ. അതായി വിചാരിച്ചോ? 31/3 അല്ലേ? വേണ്ട, അങ്ങനെ വേണ്ട. ശരി, 1/4/23 മുതൽ ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആരംഭിച്ചു. ശരി, ഇദ്ദേഹം ജനുവരി 1-ാം തീയതി 15 ദിവസത്തെ ഏൺ ലീവ് സറണ്ടർ ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തു. ഇദ്ദേഹത്തിന് 1/1/2024 മുതൽ അങ്ങോട്ട് 15 ദിവസത്തെ ഏൺ ലീവ് സറണ്ടർ ചെയ്ത് കിട്ടാനുള്ള അപേക്ഷ കൊടുത്തു. ശരി, അങ്ങനെ 1/1/2024 മുതൽ ഏൺ ലീവ് സറണ്ടർ ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് എന്നുവരെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം? അതിന്റെ തൊട്ടു തലേ ദിവസം വരെയുള്ള ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ടേ കൊടുക്കാൻ പറ്റൂ. ശരി, അങ്ങനെയാണെങ്കിൽ എന്നുവരെയുള്ള ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യണം? 31/12/23 വരെ. 31/12/23 വരെയുള്ള ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യണം. ശരി, ഈ ദിവസം വരെയുള്ള ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴി എന്താണ്? എത്ര ദിവസം ഉണ്ട് നോക്കാം. അത്ര തന്നെ. ഈ പീരീഡിന്റെ ഇടയിൽ എത്ര ദിവസം ഉണ്ട്? ഏപ്രിൽ മാസം 1/4/23 മുതൽ 30/4/23 വരെ എത്ര ദിവസം? 30 ദിവസം. മെയ് 31, ജൂൺ 30, ജൂലൈ 31, ആഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഇത് തെറ്റാതെ പറയണം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 1, 2, 3, 4, 5. 3, 6, 9, 10, 15, 18, 21, 24, 3, 27.
ടോട്ടൽ 275 ദിവസമുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്റെ കൂടെ നിങ്ങളും കാൽക്കുലേറ്റ് ചെയ്തോണം, കണക്ക് എനിക്ക് പെട്ടെന്ന് തെറ്റിപ്പോകും. 275 ഡ്യൂട്ടി ഡേയ്സ്, 275 ഡേയ്സ് ഉണ്ട്. അടുത്തത് ഇദ്ദേഹത്തോടുള്ള നമ്മുടെ ചോദ്യം എന്തായിരിക്കണം? ഈ ദിവസങ്ങളൊക്കെ നിങ്ങളുടെ 7 ലീവിന് പരിഗണിക്കാവുന്ന ഡ്യൂട്ടി ഡേയ്സ് ആണോ? അതല്ല, ഈ കക്ഷി പറയാണ് 10 ദിവസം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാഫ് പേ ലീവ് എടുത്തിട്ടുണ്ട്. 10 ദിവസം ഞാൻ ഹാഫ് പേ ലീവ് എടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, 10 ദിവസത്തെ ഹാഫ് പേ ലീവ് 7 ലീവിന് പരിഗണിക്കുന്നതാണോ അല്ലേ? അല്ല. പരിഗണിക്കാത്ത കാലയളവാണ്. പരിഗണിക്കാത്ത കാലയളവ്. 275 കുറയ്ക്കണം 10. That is ഈ 10 ഇദ്ദേഹം എടുത്ത HP എന്താണ്? ഈസ് ഈക്വൽ ടു 265 ദിവസമാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഡേയ്സ്. 265 ദിവസമാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഡേയ്സ്. അപ്പൊ ഏർലി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 265 ഹരിക്കണം 11. 26 എത്ര? 11. 2 2 11 22. ബാക്കി 4. 45 45 എത്ര? 11. 4 4 11 44. ബാക്കി എത്ര? 1. അപ്പൊ ഏഴ് എത്രയാണ്? 24 11 1/11 ഏഴ്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സിൽ ഈ ദിവസങ്ങൾക്ക് ഇദ്ദേഹത്തിന് കിട്ടും. ഇരുപത്തിനാല് 1/11 എന്നുള്ള നിരക്കിൽ ഏൺ ലീവ് കിട്ടും. ഇനി അടുത്തത്, ഈ ദിവസം വരെ ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലാകെ ഇദ്ദേഹത്തിന് ഏൺ ലീവ് സറണ്ടർ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്തു കൊടുക്കണം? ഇതുവരെ 31/12/23 വരെ ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് എത്ര ഉണ്ട്? നേരെ ഒരു 16 ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ ഒരു 16 13/22 സെക്കൻഡ് ഇയറിൽ എന്ന് മുതൽ 1/4/13 മുതൽ അല്ലെ 12 13 1/4/13 മുതൽ 31/12/13 വരെ 23 ഡേറ്റ് ഇയർ എഴുതി തെറ്റി. 1/4/23 മുതൽ 31/12/23 വരെ 24 1/11 ഏൺ ലീവും ഉണ്ട്. ശരി, ആകെ എത്രയാന്ന് ചോദിക്കുമ്പോ 16/13/22 24 1/11 40/14 ആ അത് കാൽക്കുലേറ്റ് ചെയ്യിച്ചൊരു പാടുണ്ട്. പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സമച്ഛേദം ചെയ്യണം. 22-ലാക്കണം അല്ലേ? 11. ആ അത് തന്നെ. അപ്പൊ ഇത് പലർക്കും അറിയില്ല എന്ന് ആർക്കറിയാം? ഗവൺമെന്റിന് അറിയാം. 16/13/22 24 1/11 കൂട്ടാൻ ടീച്ചർമാർക്കും മാഷന്മാർക്കും മറ്റുള്ളവർക്കൊന്നും അറിയില്ല. അവർ തെറ്റിക്കുമെന്ന് കൃത്യമായ ബോധ്യം ഗവൺമെന്റിനുള്ളത് കൊണ്ട് ഗവൺമെന്റ് എന്ത് പറഞ്ഞു എന്നറിയോ? നിങ്ങൾ കാര്യം 16/13/22 24 1/11 കൂട്ടാൻ നിൽക്കണ്ട. അത് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ നിൽക്കണ്ട. ആരാണ് അൺമ്യൂട്ടായി നിൽക്കുന്നത്? മ്യൂട്ടാവും. 16/13/22 24 1/11 16ഉം 24 കൂട്ടിയാൽ മതി. 13/22 1/11 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട. പിന്നെന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താൽ മതി. 16/13/22 എന്നുള്ള ഫ്രാക്ഷനെ നിങ്ങൾ പൂർണ്ണസംഖ്യയാക്കി എഴുതിയാൽ മതി.
പകുതിയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അടുത്ത പൂർണ്ണസംഖ്യയാക്കാം. പകുതിയിൽ കുറവാണെങ്കിൽ ഒഴിവാക്കാം. 13/22 13/22 ഒന്നിന്റെ പകുതിയാണോ പകുതി കൂടുതലുണ്ടോ? പകുതി കൂടുതലുണ്ട്. 11 മതി. 13 കൂടുതലുണ്ടെങ്കിൽ അപ്പൊ 16/13/22 എത്രയാവും? 17. 17 എനിക്ക് കൂട്ടാലോ? എനിക്ക് കൂട്ടാൻ പറ്റുമല്ലോ. 17 മറ്റത് ഒഴിവാക്കണ്ടേ? 1/11. അത് ഇനി ഇയാള് റിട്ടയർ ചെയ്യുന്നവരെയും ഫ്രാക്ഷൻ ഒഴിവാക്കാൻ പാടില്ല. ആകെ ഒരു ചാൻസ് തന്നാൽ ഫ്രാക്ഷൻ ഒഴിവാക്കുന്ന ഒരു ചാൻസ് ഇത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങ് വരെ റിട്ടയർ ചെയ്യുന്നവരെ ഈ ഫ്രാക്ഷൻ തുടർന്നു കൊണ്ടേ പോണം. ഫസ്റ്റ് ഇയറിന് അതല്ല, മാത്രമേ ഇത് ശരിക്കും കൂട്ടി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെ കൂട്ടാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ തന്നെ ചെയ്തോളാം. അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ സാറ് നമ്മള് ഇത് 1/11 പിന്നെ മാറ്റില്ലേ? 2 വർഷം കഴിഞ്ഞാൽ മാറ്റും. എന്താ ചെയ്യാ? അത് ഞാൻ പറയും. അപ്പൊ ഇനി നമുക്ക് 17 24 എത്രയാ? 17 24 41 1/11 ഏഴ് ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ 31/12/23 വൈകുന്നേരമുള്ളത്. 41 1/11. ഇദ്ദേഹം 15 ദിവസത്തെ ഏഴ് ലീവാണ് സറണ്ടർ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. -15 സറണ്ടർ. അതും കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ടാവോ അത് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ ഉണ്ടാവും. ശരി. ഇനി മറ്റൊരു കക്ഷി ഒരു OA 1/6/2015 സർവീസ് പ്രവേശിച്ചു. ബോർഡ് കാണാലോ. 1/6/15 മുതൽ സർവീസ് പ്രവേശിച്ചു. OA നോൺ വെക്കേഷൻ വിഭാഗത്തിൽപ്പെട്ടവനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു OAയും നിയമിക്കപ്പെടുമ്പോൾ ഒഫീഷ്യേറ്റിംഗ് ആയിട്ടായിരിക്കും അദ്ദേഹത്തെ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ 1/22 എന്നുള്ള നിരക്കിലെ ഏൺ ലീവിന് അർഹതയുള്ളൂ. അല്ലേ? ശരിയല്ലേ? പറയൂ. യെസ്. അങ്ങനെയാണെങ്കിൽ 1/6/2015 നിയമിച്ച ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ് എന്നാണ് 31/5 1/15 മുതൽ 31/5/16 വരെ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ്. 31/5/2016 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ്. ശരി. ടോട്ടൽ ഡേയ്സ് എത്ര ഉണ്ടാവും? 366. എന്തുകൊണ്ട്? 2016 ഫെബ്രുവരി മാസം അതിവർഷം ലീപ് ഇയർ ആണ്. അപ്പൊ അതില് 366 ദിവസമുണ്ട്. ഇതിൽ ഇദ്ദേഹം 20 ദിവസം LW ആയിരുന്നു. 20 ദിവസം LW ആയിരുന്നു. എന്ത് ചെയ്യണം?
അത് കുറക്കണം. എത്രയായി? 346 ദിവസം. 346 ദിവസമാണ് ഇദ്ദേഹത്തിന് ഫസ്റ്റ് ഇയറോ ഒന്നാമത്തെ വർഷം ഉള്ള ഡ്യൂട്ടി ഡേയ്സ്. 346 ദിവസമാണ് ഒന്നാമത്തെ വർഷത്തെ ഡ്യൂട്ടി ഡേയ്സ്. അപ്പൊ എത്ര ലീവ് കിട്ടും? 346 ഹരിക്കണം 22. സാറേ 346. 46 സർ. സോറി, 346 ഹരിക്കണം 22. 34 ഒരു 22. ഒരു 20. ബാക്കി 12. 2 12. 126. 126 എത്ര? 22. 5. 5. 5 5 2 10 0 1 ബാക്കി 5 2 10 1 11 110 6 1 16 അല്ലേ? ശരിയല്ലേ? അതെ സർ. ശരിയാ ശരിയാ. 15 16/22. 16/22 ഏൺ ലീവിന് ഇദ്ദേഹത്തിന് അർഹതയുണ്ട്. ശരി, 15/16/22. ഈ 15/16/22 അടുത്തത് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 1/11 എന്നുള്ള നിരക്കിലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ ഇത് എന്ത് ചെയ്യണം? റൗണ്ട് ചെയ്യണം. 16. 16/22 5. 16 വരും. 16 വരും. 16 ആവും. 16 റൗണ്ട് ചെയ്യാം. അപ്പൊ 16 ദിവസത്തെ അർത്ഥം. ശരി, 16 ദിവസത്തെ ഏൺ ലീവിന് ഇദ്ദേഹത്തിന് അർഹതയുണ്ട്. 16 ഡേയ്സ്. ഇദ്ദേഹം ഇതിന് എടുത്തിരുന്നോ? ഇല്ല. ബാലൻസ് എത്ര ഉണ്ട്? 16 തന്നെ ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ ബാക്കിയുണ്ട്. ഈ ഫസ്റ്റ് ഇയറിൽ സറണ്ടർ ചെയ്യാൻ പറ്റുമോ സർ? പറ്റും. ചെയ്ത് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ടീച്ചേഴ്സിന് പറ്റുമോ? ടീച്ചേഴ്സിന് ഏൺ ലീവ് കിട്ടട്ടെ, എന്നാലല്ലേ സറണ്ടർ ചെയ്യാൻ പറ്റും. അല്ല, വെക്കേഷൻ അവൈൽ ചെയ്താല് ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ വെക്കേഷൻ അവൈൽ ചെയ്ത ഒട്ടും കിട്ടില്ല. ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ വെക്കേഷൻ പ്രിവെന്റ് ചെയ്താൽ പോലും ഏൺ ലീവ് ഇല്ല. ശരി, ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇയർ എന്നായിരിക്കും? സെക്കൻഡ് ഇയർ 1/6/2016 6/16 ടു 31/5/16 17 31/5/17 സെക്കൻഡ് ഇയർ. എത്ര ദിവസമുണ്ട്? 65 ദിവസമുണ്ട്. 365 ദിവസമുണ്ട്. ആ 365 ദിവസവും ഇദ്ദേഹം ഡ്യൂട്ടിയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തില്ല? ഏൺ ലീവിന് പരിഗണിക്കാത്ത ഒന്നും ഇദ്ദേഹത്തിന് സർവീസ് സംഭവിച്ചിട്ടില്ല. അപ്പൊ 365 ഹരിക്കണം 11 എത്രയാണ്? 36 3 33 3 35 3 33 ബാക്കി 2 22 33 2/11. ഇതിനെ റൗണ്ട് ചെയ്ത് എഴുതിയാൽ പറ്റില്ല, പാടില്ല. റൗണ്ട് ചെയ്യാൻ പാടില്ല. 33 2/11 ഏൺ ലീവ് ഇതേപോലെ ക്രെഡിറ്റിൽ രേഖപ്പെടുത്തണം. 33 2/11. ഇദ്ദേഹം ഏൺ ലീവ് എടുത്തിരുന്നോ? ഇല്ല. അപ്പൊ ആകെ എത്ര ഉണ്ട്? 16 13 33 അല്ലേ സാറേ? 16 33 49 49. 49
2/11 ഏഴിന്റെയും ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുണ്ട് ഇപ്പോ 2 വർഷമായപ്പോ. അടുത്തത് 1/6/17 ടു 31/5/18 വരെ എത്ര ദിവസം? 365. 365. ഇതിൽ ഇദ്ദേഹം 25 ദിവസത്തെ ഹാഫ് എ ലീവ് എടുത്തിട്ടുണ്ട്. 365 25 ദിവസത്തെ ഹാഫ് എ ലീവ് എടുത്തിട്ടുണ്ട്. 25 HPL എടുത്തിട്ടുണ്ട്. അത് ചെയ്യണം, മൈനസ് ചെയ്യണം അല്ലേ? 340 ദിവസമാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രാവശ്യത്തെ ഡ്യൂട്ടി ഡേയ്സ്. ഓക്കെ, ശരി. ഈ 340 എത്ര ഏർണിംഗ് ഉണ്ടാവും? 340 എത്ര ഏർണിംഗ് ഉണ്ടാവും? 11. 340 ഹരിക്കണം 11. 3 33 10 ഇല്ല. അപ്പൊ ശിഷ്ടം എത്ര? 10 അല്ലേ? ശരിയല്ലേ? 30/10/11 ഏഴിയുണ്ട്. 30/10/11 ഏഴി. 30/10/11 ഏഴി. ശരി, ഇപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും? 49 80 11 അല്ലെങ്കിൽ ആദ്യ ഫ്രാക്ഷൻ കൂട്ടുന്നല്ലേ അല്ലേ? 49 2/11. 10/11 പ്ലസ് 2/11. 12/11. 2/11 എത്രയാ? 12/11. 12/11 എന്ന് പറഞ്ഞാൽ 1/11 1/11. അപ്പൊ 49 1 50 50 30 1/11 ഏണ്ടി വിദ്യാർത്ഥിന്റെ ക്രെഡിറ്റിലുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ, ഇദ്ദേഹം സർവീസിൽ 3 വർഷം പൂർത്തിയാക്കി. ഇനി ഇദ്ദേഹത്തിന് എന്ത് കിട്ടണം? റീകാൽക്കുലേഷൻ വേണം. ഫസ്റ്റ് ഇയർ 1/11 ഫസ്റ്റ് ഇയർ സർവീസിൽ എത്ര ഡ്യൂട്ടി ഡേയ്സ് ഉണ്ട്? 346 ഡ്യൂട്ടി ഡേയ്സ് ഉണ്ട്. 346 ഡ്യൂട്ടി ഡേയ്സ് ആണ് ഇദ്ദേഹത്തിന് ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിലുള്ളത്. 346 ഡ്യൂട്ടി ഡേയ്സ് ഹരിക്കണം 11. കാരണം എന്താ? ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ 3 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ 11 എന്നുള്ള നിരക്കിൽ ഏൺ ലീവ് കിട്ടും. അപ്പോ 34 എത്ര? 11 3 11 33. ബാക്കി 1 16. 16 എത്ര? 11 1 11 1 11 11. ബാക്കി എത്ര? 5. 31 5/11 ഏൺ ലീവ് ഇദ്ദേഹത്തിന് ഫസ്റ്റ് ഇയറിൽ ലഭിക്കേണ്ടതാണ് അല്ലെ? ഫസ്റ്റ് ഇയറിൽ ഇദ്ദേഹത്തിന് ശരിക്കും ലഭിക്കേണ്ട എത്രയായിരുന്നു? 31 5/11 ലഭിക്കണം. 31 5/11 ഏൺ ലീവ് ആയിരുന്നു ലഭിക്കേണ്ടത്. പക്ഷെ എത്ര ലഭിച്ചു? 16 ലഭിച്ചു. ഇനി എത്ര കിട്ടണം? 15 5/11 കുറയ്ക്കണം 16. 16. അപ്പൊ എത്ര ഉണ്ടാവും? 15 5/11. 15 5/11 ഏൺ ലീവ് കൂടെ ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലേക്ക് വരും. ക്രെഡിറ്റിലേക്ക് റീകാൽക്കുലേഷൻ വഴി അന്നത്തെ തീയതിക്ക് ലഭിക്കും. എന്ന് 31/5/2018
അപ്പൊ എന്താണ് റീകാൽക്കുലേഷൻ ഓഫ് ഏൺ ലീവ്. റീകാൽക്കുലേഷൻ ഓഫ് ഏൺ ലീവ്. അപ്പോ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു സെക്കൻഡ്. 31/5/11 31/5/11 മൈനസ് 16 ഈസ് ഈക്വൽ ടു 15 15/5/11. 5/11. അപ്പൊ എത്ര ഉണ്ടാവും? 80 ഉം 15ഉം 95 6/11. 5/11 1/11 6/11. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്ത് പോകും. എവിടം വരെ? റിട്ടയർ ചെയ്യുന്നത് വരെ. യെസ്.